കോമ്പിനറ്റോറിയൽ കെമിസ്ട്രി. കോമ്പിനറ്റോറിയൽ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മോളിക്യൂൾസ് നമ്മൾ അറ്റ് എ ടൈം സിന്തസ് ചെയ്യുന്ന വളരെ ഷോർട്ട് ടൈം സിന്തസൈസ് ചെയ്യുന്നതാണ് കോമ്പിനറ്റോറിയൽ സിന്തസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റഡീനെ പറ്റി പറയുന്നതാണ് കോമ്പിനറ്റോറിയൽ കെമിസ്ട്രി എന്ന് പറയും. അതായത് നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് എ ടൈം സിന്തസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ കൺവെൻഷണൽ സിന്തസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിന്തസിസ് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ബീക്കർ എടുത്തു, അത് മിക്സ് ചെയ്തു, ടെമ്പറേച്ചർ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ട് ഓരോരോ സിംഗിളായിട്ട് നമുക്കത് സിന്തസിസ് കൺവേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മൈക്രോ ടൈറ്റർ വെൽ പ്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഓരോ ഇതിലും ഓരോരോ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമ്മൾ വെച്ചു, അതിനുശേഷം രണ്ടാമതൊരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഒഴിക്കുകയാണ്. ഈ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ റിയാക്ഷൻ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നിറയെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും അറ്റ് എ ടൈം. സോ ഇതിനെയാണ്, ഈ ഒരു ടെക്നിക്കിനെ പറയുന്നതാണ് കോമ്പിനറ്റോറിയൽ സിന്തസിസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ്, ലൈബ്രറി ഓഫ് കോമ്പൗണ്ട്സ് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഇതും ഡ്രഗ് ഡിസ്കവറി ഓപ്റ്റിമൈസേഷൻ തമ്മിൽ എന്താ ബന്ധം വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു മോളിക്യൂൾ സിന്തസൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഡ്രഗ് ഡിസൈൻ, അതായത് മോളിക്കുലർ ഡോക്കിംഗ് കംപ്ലീറ്റ് ചെയ്യും അല്ലേ. മോളിക്കുലർ ഡോക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് നല്ല മോളിക്യൂൾസ് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ആ സെലക്ട് ചെയ്തെന്ന് മാത്രമേ സിന്തസിസിന് പോവുള്ളൂ. ഇപ്പം ഈ ഒരുപാട് മോളിക്യൂൾ ഷോർട്ട് ടൈം കൊണ്ട് സിന്തസൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ കെമിക്കൽസ് റിസോഴ്സിൻ്റെ വേസ്റ്റേജ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഒരു ഡ്രഗ് ഡിസ്കവറി എന്ന് പറയുന്ന സമയത്ത് ടാർഗറ്റ് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം ലിഗാൻഡിനുള്ള ലീഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ അതിൽ ആക്റ്റീവ് സ്ട്രക്ചർ മാത്രം എടുത്തു. പിന്നെ അതിലെ ഏറ്റവും ഐഡൻറ്റിറ്റി സ്ട്രക്ചർ മാത്രം ഐസൊലേറ്റ് ചെയ്ത് അതിൻ്റെ SAR നോക്കും. കുറേ മോളിക്യൂൾസ് നമ്മൾ ഒരുമിച്ച് ഒറ്റ ടൈം ഡിസൈൻ ചെയ്യുന്നത്. അവിടെയാണ് ഈ കോമ്പിനറ്റോറിയൽ സിന്തസിസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ വൺസ് മോളിക്യൂൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തസിലേക്ക് പോകണം. അപ്പോൾ സിന്തസിസ് ഒറ്റയായിട്ട് സിന്തസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം ടൈം കൺസ്യൂമിങ് ഉള്ള ഒരു പ്രോസസ്സാണ്. ഇതാണെങ്കിൽ ഒരുപാട് മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. മെയിൻലി ഇത് പെപ്റ്റൈഡ് സിന്തസിസിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പെപ്റ്റൈഡ് മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള ബയോളജിക്കൽ ആക്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പെപ്റ്റൈഡ് സിന്തസിനാണ് മെയിൻലി കോമ്പിനറ്റോറിയൽ സിന്തസിസ് യൂസ്ഫുൾ ആയിട്ട് ഉള്ളത്. ഇനി സ്ട്രാറ്റജി രണ്ട് തരത്തിൽ പറയുകയാണെങ്കിൽ, കൺവെൻഷണൽ മെത്തേഡിലാണെങ്കിൽ എന്താണ്, ഒരു മോളിക്യൂൾ ഒരു ടൈം കിട്ടും, ആദ്യം മേക്ക് ചെയ്യണം, പിന്നെ അതിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യണം, പിന്നെ അത് ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ഒരു മാസത്തിൽ 100 മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അത് വളരെ സ്ലോ ആണ്. പിന്നെ ഫെയിലിയർ വരാൻ, അതായത് ചിലപ്പോൾ പ്രൊഡക്റ്റ് ഫോം ചെയ്തില്ലെങ്കിൽ ഫുൾ എടുത്ത കെമിക്കൽ വേസ്റ്റ് അല്ലേ, അപ്പോൾ അതൊരു വേസ്റ്റേജ് ഓഫ് കാര്യമാണ്. അപ്പം കോമ്പിനറ്റോറിയൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഷോർട്ട് ടൈമിൽ കുറേ മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യാൻ പറ്റും, അത് മേക്ക് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യുക, പ്യൂരിറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ തൗസൻഡ്സ് ഓഫ് മോളിക്യൂൾ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് സിന്തസൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ ഫാസ്റ്റർ ആയിരിക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റിസ്ക് ഓഫ് ഫെയിലിയർ, ഇപ്പം നമുക്കത് വൺസ് ഫെയിലായാൽ തന്നെ വെരി ഷോർട്ട് ലോസുകളെ കുറച്ച് നമുക്ക് ലോസ് ആവുള്ളൂ, പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അതുപോലെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. ഇനി അതിൽ നിന്നുമാണ് നല്ല മോളിക്യൂൾസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ബയോളജിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത്. സോ ഇതാണ് കോമ്പിനറ്റോറിയൽ കെമിസ്ട്രിയുടെ കാര്യങ്ങൾ. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ കോമ്പിനറ്റോറിയൽ കെമിസ്ട്രി നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജ് പോപ്പുലേഷൻ മോളിക്യൂൾസ് നമുക്ക് എഫിഷ്യൻ്റായിട്ട് സ്ക്രീൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ലാർജ് മോളിക്യൂൾസ്, കുറേ മോളിക്കുലർ ലൈബ്രറീസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഡ്രഗ് ഡിസ്കവറി പ്രോസസ്സിലാണെങ്കിൽ നമുക്ക് പാരലലി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഹൈ ത്രൂപുട്ട് സ്ക്രീനിങ്, കുറേ ലിഗാൻസുകളിൽ നിന്ന് കുറച്ച് ആവശ്യമുള്ളത് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആപ്ലിക്കേഷൻ. ഇനി കോമ്പിനറ്റോറിയൽ മെത്തേഡുകളെന്ന് പറയുന്നത് നമുക്ക് പറയുകയാണെങ്കിൽ മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നമുക്ക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് മോളിക്യൂൾസ് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ സെപ്പറേറ്റ് പ്യൂരിഫൈ ചെയ്യാൻ പറ്റാത്തത്, കോമ്പൗണ്ട്സ് നെയ്തർ സെപ്പറേറ്റ് നോർ പ്യൂരിഫൈ ചെയ്യാൻ പറ്റാത്തതും നമുക്ക് കുറച്ച് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യുന്നു, കുറച്ച് അളവിൽ സിന്തസൈസ് ചെയ്യുന്നതുകൊണ്ട് വേഗം തന്നെ അതിൻ്റെ പ്യൂരിറ്റി ഇതിനൊക്കെ പോകാൻ പറ്റും. പിന്നെ മിക്സ്ചർ ഓഫ് ടെസ്റ്റഡ് ഫോർ ബയോളജിക്കൽ ആക്ടിവിറ്റി, ഒറ്റ ടൈം നമുക്ക് കുറേ മോളിക്യൂൾസിനെ ബയോളജിക്കൽ ആക്ടിവിറ്റി ടെസ്റ്റിങ്ങിന് വിടാൻ സാധിക്കും. പിന്നെ വന്നിട്ട് ഇപ്പം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആക്ടിവിറ്റി ഇല്ല എങ്കിൽ നമുക്കത് വേണ്ടാന്ന് വയ്ക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇല്ലെങ്കിൽ വൺസ് ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഫർദർ അതിൻ്റെ ബാക്കി ക്ലിനിക്കൽ സ്റ്റഡീസിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. കോമ്പിനറ്റോറിയൽ മെത്തേഡ് രണ്ട് മെത്തേഡാണുള്ളത്, സോളിഡ് ഫേസ് മെത്തേഡും സൊല്യൂഷൻ ഫേസ് മെത്തേഡും. ഇതിൽ സിമ്പിൾ മോഡൽ പറയാം കോമ്പിനറ്റോറിയൽ കെമിസ്ട്രിയിൽ എന്താ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു ബീഡ് എടുത്തു, ആ ബീഡ് നമ്മൾ പോളിമർ ആയിട്ടാണ് വെക്കുന്നത്. ഈ പോളിമറിലേക്ക് നമ്മൾ ലിങ്കർ ആഡ് ചെയ്യാണ്.
ജോയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബീഡ് വന്നിട്ട് ആൽക്കഹോളായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ ഉണ്ടാക്കി. അതിനുശേഷം ഇതിലേക്ക് ഒരു 6 റിയാക്ഷൻ വെസൽ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ബീഡും ലിങ്കറും ചേർന്നിട്ടൊരു ഇതുണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം ഡിഫറെൻറ്റ് അസൈൽ ക്ലോറൈഡ്സ് നമ്മൾ ഈ ബീക്കേഴ്സിൽ എടുക്കണം. ഈ ഓരോ ബീക്കറിലും നമ്മൾ ഈ ബീഡ് മെഷ് ഒരു ബാഗാണ്, ഈ ബീഡ് ഉണ്ടല്ലോ 1/6 ഓഫ് യുവർ ബീഡ്സ് ഇതിനകത്തേക്ക് ഈ കണ്ടെയ്നറിലേക്ക് ആഡ് ചെയ്യണം. സോ അവിടെ അസൈൽ ക്ലോറൈഡും നമ്മൾ ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർന്നിട്ട് എസ്റ്ററിഫിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നടക്കണം. അപ്പോൾ എസ്റ്ററിഫിക്കേഷൻ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ്, ഇപ്പോൾ ബ്ലൂ, യെല്ലോ, റെഡ്, ഗ്രീൻ, ഓറഞ്ച്, പിങ്ക് ഒക്കെ കണ്ടല്ലോ, അതിലൂടെ ആരുമായിട്ടില്ല ആ ലിങ്കർ ബീഡൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യാൻ പോകണം. അതിലെന്തുണ്ട്, ആദ്യം ആൽക്കഹോൾ ഒഴിച്ചതും പിന്നെ അസൈൽ ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എസ്റ്ററിഫിക്കേഷൻ എന്നുള്ള സ്റ്റെപ്പ് നടന്നിട്ട് നമുക്ക് പുതിയ മോളിക്യൂൾ ഉണ്ടായി. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ബീഡുകൾ നമ്മൾ റിമൂവ് ചെയ്യാണ്. ആ ബാഗിൽ നിന്ന് ബീഡ് റിമൂവ് ചെയ്തു. ഇനി അൺറിയാക്റ്റഡ് ആയിട്ട് അസൈൽ ക്ലോറൈഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വാഷ് ചെയ്താൽ, ഇനി അതേപോലെ തന്നെ ആ ബീഡുകളുണ്ടല്ലോ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് 6 ഡിഫറെൻറ്റ് എസ്റ്റേഴ്സുകൾ നമുക്ക് ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അപ്പോൾ വിതിൻ എ ഷോർട്ട് പീരിയഡ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് കോമ്പറ്റോറിയൽ സിന്തസിസ് എന്ന് പറയുന്നത്. ഇനി സോളിഡ് ഫേസ് സിന്തസിസും ഉണ്ട്, സൊല്യൂഷൻ ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. സോളിഡ് ഫേസ് എന്ന് പറയുമ്പോൾ ഒരു റിയാക്റ്റൻസ് പോളിമറിക് സർഫസിൽ ബൗണ്ടഡ് ആയിരിക്കും, എന്നിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ആ പോളിമറിൽ നിന്നാണ് റിലീസ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇനി ഇത് സോളിഡ് ഫേസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ റിയാക്റ്റൻസ് ഒരു പ്രത്യേക ബീഡുമായിട്ട് ബൗണ്ടായിരിക്കും, ബീഡ്സും മിക്സ്ഡ് ആൻഡ് റിയാക്ട് സെയിം വെസലിൽ തന്നെയാണ് റിയാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നത് ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. എക്സസ് റിയേജൻസ് ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാനും സാധിക്കും. പിന്നെ ഉണ്ടായ പ്രോഡക്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്തെങ്കിലും ഇൻ്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ അത് ബീഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്കത് ഫർദർ ഇത് ചെയ്ത് കളയേണ്ട, ആ ബീഡിൽ തന്നെ ഉണ്ടല്ലോ, ആ ബീഡ് എടുത്ത് മാറ്റിയാൽ മതി, നമ്മുടെ പ്രൊഡക്റ്റ് വേറെ കിടക്കും. എന്തെങ്കിലും ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ ബീഡ് റിമൂവ് ചെയ്യണ സമയത്ത് നമുക്കത് മാറ്റിയെടുക്കാവുന്നു. പിന്നെ ബീഡ്സ് നമുക്ക് വീണ്ടും അടുത്തതിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഇതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കുകയാണെങ്കിൽ റെസിൻ ബീഡ് ഫങ്ഷണൽ സർഫസ് ആയിട്ട് ഈ ബീഡാണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ആങ്കർ അല്ലെങ്കിൽ നമ്മൾ ലിങ്കർ എന്ന് പറഞ്ഞില്ലേ, ആ ലിങ്കർ ഉണ്ടാവും. പിന്നെ ബോൺ മസ്റ്റ് ബി സ്റ്റേബിൾ ടു റിയാക്ഷൻ കണ്ടീഷൻ യൂസ്ഡ് ഇൻ ദ സിന്തസിസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിങ്കർ യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലീവിങ് പ്രൊഡക്റ്റ് ക്ലീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞു പെപ്റ്റൈഡിൻ്റെ സിന്തസിസിനാണ്. ഇപ്പോൾ പെപ്റ്റൈഡ് സിന്തസിസ് ചെയ്യുന്നത് അമിനോ ആസിഡിൽ നിന്നല്ലേ. ഇപ്പോൾ ഈ അമിനോ ആസിഡിൽ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, കാർബോക്സിലിക് ആസിഡും ഉണ്ട്, അമിനോ ഗ്രൂപ്പും. അപ്പോൾ അമിനോ ഗ്രൂപ്പാണ് നമ്മൾ റിയാക്ഷൻ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കാർബോക്സിലിക് ആസിഡിൻ്റെ ഗ്രൂപ്പിനെ എന്ത് ചെയ്യണം, മാസ്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ്സൊക്കെ ആഡ് ചെയ്യും കേട്ടോ. സോ ഇവിടെ ഈ ഒരു പിക്ചറിൽ റെസിൻ ബീഡ് അത് സ്വെല്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ സോൾവൻറ്റ് റിയേജൻ്റൊക്കെ ആഡ് ചെയ്തിട്ട് ലിങ്കറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സോളിഡ് സപ്പോർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺലി വാങ് റെസിൻ, ഷെപ്പേർഡ് റെസിൻ, ടെങ്കൽ റെസിൻ എന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ് യൂസ് ചെയ്യാറ്. വാങ് റെസിൻ ഒരു പോളിസ്റ്റൈറിൻ മെറ്റീരിയൽ ആയിരിക്കും, ഷെപ്പേർഡ് റെസിൻ പോളി അമൈഡ് ആയിരിക്കും, ടെങ്കൽ റെസിൻ എന്ന് പറയുമ്പോൾ പോളിസ്റ്റൈറിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ലിങ്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ. ഈ ലിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ആൽക്കൈൽ സിലൈൽ ലിങ്കർ യൂസ് ചെയ്യുന്നുണ്ട്, സേഫ്റ്റി ക്യാച്ച് ലിങ്കർ യൂസ് ചെയ്യാറുണ്ട്, ഫോട്ടോ ലെബൈൽ ലിങ്കർ. ഈ 3 ടൈപ്പ് ഓഫ് ലിങ്കേഴ്സും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് പഠിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി റെസിൻ ഉണ്ട്, കറസ്പോണ്ടിങ് ലിങ്കർ റെസിൻ ലിങ്കർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ 3 എണ്ണമാണ്. വാങ് റെസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കാർബോക്സിലിക് ആസിഡിന് അറ്റാച്ച്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. മറിഫീൽഡ് റെസിൻ ആണെങ്കിൽ പെപ്റ്റൈഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ടും, അതുപോലെ റിംഗ് റെസിൻസ് ആണെങ്കിൽ കാർബോക്സമൈഡിൻ്റെ അറ്റാച്ച്മെൻറ്റ് റിലീസിനും നമുക്ക് സാധിക്കും. ഇനി പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് ചിലപ്പോൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമീൻസിന് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ഓക്സി കാർബണൈൽ യൂസ് ചെയ്യാറുണ്ട്. FMOC 9-ഫ്ലൂറോ ഇനൈൽ മെത്തോക്സി കാർബണൈൽ യൂസ് ചെയ്യാറുണ്ട്. ടെംസെക്ക് യൂസ് ചെയ്യാറുണ്ട്. ട്രൈമിഥൈൽ സിലൈൽ എത്തോക്സി കാർബണൈൽസ് യൂസ് ചെയ്യും. അപ്പോൾ കാർബോക്സിലിക് ആസിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെർഷ്യറി ബ്യൂട്ടൈൽ എസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഫ്ലൂറോയിൽ മിഥൈൽ എസ്റ്റർ യൂസ് ചെയ്യാറുണ്ട്. ട്രൈമിഥൈൽ സിലൈൽ ഇഥൈൽ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് കുറച്ച് എക്സാമ്പിൾസ് കേട്ടോ.
ഇനി പെപ്റ്റൈഡ് സിന്തസിസിന് വേണ്ടിയിട്ടുള്ള ക്ലോറോമിഥൈൽ ഗ്രൂപ്പ് സിന്തസൈസിന് വേണ്ടിയിട്ട് ഒരു മെറിഫിൽഡ് റെസിൻ ഫോർ പെപ്റ്റൈഡ് സിന്തസിസ്. അപ്പോൾ ലിങ്കർ ഒരു അമിനോ ആസിഡ് റിയാക്ട് ചെയ്യും, ആ സീരീസ് ഓഫ് റിയാക്ഷൻ നടക്കും, പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം അടുത്ത സ്റ്റാർട്ടിംഗ് പെപ്റ്റൈഡ് ഉണ്ടല്ലോ, പെപ്റ്റൈഡുമായിട്ട് റിയാക്ട് ചെയ്യും, പിന്നെ അതിൻ്റെ കോമ്പൗണ്ട്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിന് ശേഷം നമ്മൾ സോളിഡ് സപ്പോർട്ടിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പെപ്റ്റൈഡ് അവിടെ കിട്ടും. ആ കുഞ്ഞു വട്ടത്തിലുള്ളതാണ് ബീഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് സോളിഡ് സപ്പോർട്ടിൽ വരുന്നത്. ഇപ്പോൾ പാരലൽ സിന്തസിസ് ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പാരലലി ഓരോ റിയാക്ഷൻസ് നടക്കുന്നത് തന്നെയാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ബ്ലൂ കളർ പിക്ചർ ഉണ്ടല്ലോ, കുറേ ബീക്കർ എടുത്തു, അതുപോലെ കുറേ എണ്ണം എടുത്തു. അതിനകത്തേക്ക് നമ്മളൊരു ഓരോ ഡിഫറെൻറ്റ് കളേഴ്സുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണം, കെമിക്കൽ ആഡ് ചെയ്തു. അപ്പോൾ ആദ്യം ആ ഓരോ ബീക്കറിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വന്നു. ഇനി അടുത്തത് നമ്മൾ അടുത്ത കളേഴ്സ് ഓഫ് ബീഡ്സ് അല്ല, ബീഡ്സ് ആയിട്ടല്ല അത് പറയുന്നത്, കെമിക്കലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തും ജോയിനായി, പിന്നെ അടുത്തതും ജോയിനായി, അങ്ങനെ ജോയിൻ ചെയ്ത് ലാസ്റ്റ് നമുക്ക് കുറേ പെപ്റ്റൈഡുകളുണ്ടായി. അതായത് നമുക്ക് കുറേ മോളിക്യൂൾസ് അറ്റ് എ ടൈം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് പാരലലി ഓരോന്ന് എടുത്ത് ചെയ്യുന്നത് നമുക്ക് പാരലൽ സിന്തസിസ് എന്ന് പറയാം. ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ് ടീ ബാഗ് അപ്രോച്ച് അല്ലെങ്കിൽ പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളത്. ടീ ബാഗ് കണ്ടെയ്ൻസ് അതിലൊരു ബീഡ് ഉണ്ടാവും, ആ ബീഡിനെ നമ്മൾ ലേബൽ ചെയ്യണം. അപ്പോൾ ഈ ടീ ബാഗ് സെപ്പറേറ്റ് റിയാക്ഷൻസാണ് ക്യാരിഡ് ഔട്ട് ചെയ്യുക. ഈ ടീ ബാഗുകൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്യും, എന്നിട്ട് ഈ പ്രൊസീജിയർ നടത്തും. ഒരു സിംഗിൾ പ്രൊഡക്റ്റാണ് ഓരോ ടീ ബാഗിലും ഉണ്ടാവുള്ളൂ. ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ഇപ്പം വേറെ സൊല്യൂഷൻസിലാണ് നമ്മൾ ഇടണമെങ്കിൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആ ടീ ബാഗിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ എക്കോണമി എഫേർട്ട് നോക്കുകയാണെങ്കിൽ കമ്പൈൻ ടീ ബാഗ് കുറച്ച് യൂസ്ഫുള്ളാണ്. പിന്നെ ചീപ്പ് ആൻഡ് പോസിബിൾ ഫോർ എനി ലാബ് കണ്ടീഷനിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മിക്സഡ് കോമ്പിനേറ്റോറിയൽ സിന്തസിസ് ഇതും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മിക്സ് ആൻഡ് സ്പ്ലിറ്റ് മെത്തേഡ്, ആദ്യം ഒരു എക്സാമ്പിൾ മിക്സ് ആൻഡ് സ്പ്ലിറ്റിൽ നമ്മൾ കുറേ അമിനോ ആസിഡ് എടുത്തു കേട്ടോ, ഒരു 5 അമിനോ ആസിഡ് എടുത്തെടുത്തു, 25 സെപ്പറേറ്റ് അമിനോ ആസിഡിൻ്റെ റിയാക്ഷൻസ് പാരലലി നമ്മൾ നടത്തുകയാണ്. സോ 25ാമത്തെ സ്ലൈഡ് നോക്കിയാൽ അപ്പോൾ രണ്ട് ഗ്ലൈസിനും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കി. അത് തന്നെ ഗ്ലൈസിൻ, അലനിൻ, ഫിനൈൽ, അലനിൻ, വെലൈൻ, സെറിൻ എന്നുള്ളൊരു ഓരോ ഡിഫറെൻറ്റ് ബീക്കേഴ്സിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ട്രിപ്ലറ്റ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ ഉണ്ടായി. ബീഡിൻ്റെ കൂടെയാണ് ഈ ഗ്ലൈസിൻ ആഡ് ചെയ്ത് ഗ്ലൈസിൻ ബീഡ് ഉണ്ടായി. അപ്പം എന്തുണ്ട്, ബീഡുണ്ട്, ആദ്യം ഒരു അമിനോ ആസിഡ് അലാനിൻ ഒഴിച്ചതുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഗ്ലൈസിനും കൂടെ ചേർത്തുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റ് ബീഡിൽ അലനിനും ഗ്ലൈസിനും ആ ഒരു പെപ്റ്റൈഡ് അവിടെ ഉണ്ടായി. ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഈ ഒരു സാധനത്തിലേക്ക് വീണ്ടും എന്ത് ചെയ്യുക, അമിനോ ആസിഡ് ആഡ്, പിന്നെയും അമിനോ ആസിഡുകൾ ആഡ് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്ത് കുറേ ആവില്ലേ. അപ്പോൾ നമുക്ക് വലിയൊരു പെപ്റ്റൈഡ് ചെയിനുകൾ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതാണ് മിക്സ് ആൻഡ് സ്പ്ലിറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ നമ്മൾ പഠിച്ചതാണ് സൊല്യൂഷൻ ഫേസ് സിന്തസിസ് എന്ന് പറയുമ്പോൾ. ബീഡ് പോലെ തന്നെ നമ്മൾ സൊല്യൂഷൻ ഫേസിലാണ് നമ്മൾ എന്ത് ചെയ്യണം, സിന്തസിസ് നടക്കണം. മറ്റേതൊരു സോളിഡ് സപ്പോർട്ടിലല്ലേ, അതുകൊണ്ടാണ് സോളിഡ് ഫേസ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഒരു സൊല്യൂഷനിലല്ലേ നടക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സൊല്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. കൂടുതൽ റിയാക്ഷൻ നമുക്കറിയാം സോൾവെൻറ്റിൻ്റെ പ്രസൻസിലായിരിക്കും. ഒരു സോൾവെൻറ്റ് നമുക്ക് എങ്ങനെയും ഉണ്ടാവണം. അപ്പോൾ ഒരു സൊല്യൂഷനിൽ നിന്നാണുള്ള ഒരു പ്രൊഡക്റ്റ് സിന്തസൈസ് ചെയ്യാൻ നടക്കുന്നത്. മാക്സിമം ഈ ഒരു സൊല്യൂഷൻ ഫേസിലാണ് മോസ്റ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുക. പക്ഷേ ഇതിൻ്റെ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ഒരുപാടുണ്ടാവും. അത് നമുക്ക് റിമൂവ് ചെയ്യാൻ വളരെയധികം കഷ്ടപ്പാടാണ്. ഇതിലൊരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ആസിഡ് ക്ലോറൈഡും പ്രൈമറി അമീനും കൂടെ റിയാക്ട് ചെയ്തിട്ട് അമൈഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ A1 എന്നുള്ളൊരു കോമ്പൗണ്ട്, പിന്നെ B1, B2, B3 അങ്ങനെ മിക്സ്ചർ ഓഫ് 10 കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ A1B, A2B അങ്ങനെ കുറേ പ്രൊഡക്റ്റ് ഉണ്ടായി. അതുപോലെ തന്നെ അത് ആസിഡ് ക്ലോറൈഡ് ബേസിൻ്റെ ഒരു സെറ്റ് നമ്മളുണ്ടാക്കി. പിന്നെ അമീൻസിൻ്റെ ബേസിൻ്റെ സെറ്റ് ഉണ്ടാക്കുക. B1 എന്നുള്ള ഫസ്റ്റ് അമീനും A1, A2, A3, A10 വരെയുള്ള ആസിഡ് ക്ലോറൈഡ് ഉണ്ടാക്കി. അപ്പോൾ B1, A, B2, A അങ്ങനെ കുറേ സെറ്റ് ഉണ്ടായി. അപ്പോൾ എന്തായി, നമുക്ക് ഒരുപാട് സെറ്റ് ഓഫ് കോമ്പൗണ്ടുകൾ അറ്റ് എ ടൈം സിന്തസൈസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് കോമ്പിനേറ്റോറിയൽ കെമിസ്ട്രി.